ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച നടന്നു. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് ഇരു നേതാക്കളും പറയുന്നു. ഷി ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ ചൈന ബന്ധത്തെ അതിർത്തി തർക്കങ്ങൾ ബാധിക്കരുതെന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇന്ന് രംഗത്ത് വന്നു. അമേരിക്കൻ തീരുവ ഭീഷണിക്കിടെയായിരുന്നു ലോകം ഉറ്റുനോക്കിയ നിർണായക ചർച്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി ടിയാൻജിനിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച 55 മിനിറ്റ് നീണ്ടു. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ ഇരു നേതാക്കളും നേരിൽ കാണുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്കായി ഷി ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വ്യാളി ആന സൗഹൃദം മെച്ചപ്പെടണമെന്നും നല്ല അയൽക്കാരായി തുടരണമെന്നും ഷി ജിൻപിങ് പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും. ഗാൽവൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുള്ള ചൈനീസ് പിന്തുണയും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. 24 ഡൽഹി.